നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന മൺഡേ നൈറ്റ് റോയിൽ വെച്ച് ബാറ്റിസ്റ്റ റിട്ടേൺ ചെയ്തായിരുന്നു. അതേപോലെ റിട്ടേൺ ചെയ്തിട്ട് റിക് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബാറ്റിസ്റ്റ റിക് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്തതെന്നും അതേപോലെ റെസ്ലിമിനിയ 35-ൽ ട്രിപ്പിൾ എച്ച് വേഴ്സസ് ബാറ്റിസ്റ്റ ആയിട്ടൊരു മാച്ച് കാണുമോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോട്ട് കിടക്കുമ്പോൾ നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയുടെ അങ്ങ് പോയേക്കാം. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ബാറ്റിസ്റ്റ ഇന്ന് നടന്ന മൺഡേ നൈറ്റ് റോയിൽ വെച്ച് റിട്ടേൺ ചെയ്തത്. ട്രിപ്പിൾ എച്ച് റിക് ഫ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. റിക് ഫ്ലെയറിൻ്റെ 70-ാം വയസ്സിൻ്റെ പിറന്നാളിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അവിടെ വെച്ച് നടക്കായിരുന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രിപ്പിൾ എച്ച് റിക് ഫ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പക്ഷേ റിക് ഫ്ലെയർ വന്നില്ല. പിന്നെ കാണിച്ചത് WWE ബാക്ക് സ്റ്റേജിലെ സീനായിരുന്നു കാണിച്ചത്. ബാറ്റിസ്റ്റ വന്ന് റിക് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനായിരുന്നു നമ്മളെ കാണിച്ചത്. ബാറ്റിസ്റ്റ വന്ന് റിക് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ട്രിപ്പിൾ എച്ചിന് ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനൊരു സീൻ ഇന്ന് നടന്ന മൺഡേ നൈറ്റ് റോയിൽ വെച്ച് WWE ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റെസ്ലിമീനിയ 35-ൽ ബാറ്റിസ്റ്റ വേഴ്സസ് ട്രിപ്പിൾ എച്ച് അങ്ങനെ ഒരു മാച്ചിന് വേണ്ടിയുള്ള ഒരു ബിൽഡപ്പാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. ബാറ്റിസ്റ്റയ്ക്കും അതേപോലെ ട്രിപ്പിൾ എച്ചിനും ഉള്ള ഒരു സ്റ്റോറി ലൈന് സ്മാക്ഡൗണിൻ്റെ 1000 എപ്പിസോഡ് വെച്ച് തന്നെ ആരംഭിച്ചതാണ്. പിന്നെ WWE ബാക്ക് സ്റ്റേജിന് കിട്ടിയ ഒരു ന്യൂസായിരുന്നു, നേരത്തെ കിട്ടിയ ന്യൂസായിരുന്നു. ബാറ്റിസ്റ്റയ്ക്കും അതേപോലെ ട്രിപ്പിൾ എച്ചിനും റെസ്ലിമീനിയ 35-ൽ ഒരു മാച്ച് ഉണ്ടെന്ന്. അതുകഴിഞ്ഞിട്ട് ക്രൗൺ ജ്വല്ലറി വെച്ച് ട്രിപ്പിൾ എച്ചിന് ഇഞ്ചുറി സംഭവിച്ചുകൊണ്ട് അങ്ങനെ ഒരു മാച്ച് കാണാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ട്രിപ്പിൾ എച്ചിന് ഇഞ്ചുറിയൊക്കെ മാറി. ഇപ്പം അതേ റൂമറുകൾ തന്നെ വരുന്നുണ്ട്. ബാറ്റിസ്റ്റയ്ക്കും അതേപോലെ ട്രിപ്പിൾ എച്ചിനും റെസ്ലിമീനിയ 35-ൽ ഒരു മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു മാച്ചിൻ്റെ ഒരു സ്റ്റോറി ലൈനാണ് ഇന്ന് തൊട്ട് റോയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റോ എപ്പിസോഡ് വെച്ച് തുടങ്ങുന്നതാണ്. ബാറ്റിസ്റ്റയ്ക്കും അതേപോലെ ട്രിപ്പിൾ എച്ചിനുമായിട്ട് ഒരു സ്റ്റോറി ലൈൻ പോകുന്നതാണ്. ബാറ്റിസ്റ്റയ്ക്കും ട്രിപ്പിൾ എച്ചിനും റെസ്ലിമീനിയ 35-ൽ മാച്ച് നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉറപ്പാണ്. ബാറ്റിസ്റ്റയ്ക്കും ട്രിപ്പിൾ എച്ചിനും മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അങ്ങനെ റൂമറുകൾ വന്നായിരുന്നു. WWE ബാക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിയ ലീക്കായ ന്യൂസാണെന്ന് ബാറ്റിസ്റ്റയ്ക്കും ട്രിപ്പിൾ എച്ചിനും റെസ്ലിമീനിയ 35 മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അതിൻ്റെ രീതി വെച്ചാണ് ഇപ്പം സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അതിനി അടുത്ത റോ എപ്പിസോഡ് തൊട്ട് അതിൻ്റെ ബാക്കി ആയിട്ട് പോകുന്നതാണ്. എന്നാലും നമുക്കിനി കണ്ട് മനസ്സിലാക്കാം ഇവർക്ക് രണ്ടുപേർക്കും മാച്ച് റെസ്ലിമീനിയ 35 ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ബാറ്റിസ്റ്റ വേഴ്സസ് ട്രിപ്പിൾ എച്ച് റെസ്ലിമീനിയ 35 മാച്ച് വേണോ വേണ്ട, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സിന് ലൈവ് സ്റ്റോറി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബായ്.